ആ പുതിയ അധ്യയന വർഷം തുടങ്ങുമ്പോൾ വലിയ ആശങ്കയിൽ കഴിയുന്ന സ്കൂളുകളിലെ പാചക തൊഴിലാളികളെ കുറിച്ചാണ്. ഒരു പാചക തൊഴിലാളി 500 കുട്ടികൾക്ക് വരെ ഉച്ചഭക്ഷണം പാചകം ചെയ്ത് നൽകണമെന്ന് സർക്കാർ നിർദ്ദേശിച്ചതാണ് പ്രശ്നം. തുടക്കത്തിൽ 100 പേർക്ക് മാത്രമായിരുന്നു ഒരാൾ ഭക്ഷണം ഉണ്ടാക്കി നൽകേണ്ടിയിരുന്നത്. ഉച്ചഭക്ഷണത്തിന് പുറമെ മുട്ടയും പാലും പ്രഭാത ഭക്ഷണവും നൽകേണ്ടി വന്നിട്ടും ദിവസം 600 രൂപയാണ് ഈ തൊഴിലാളികളുടെ വേതനം. സ്കൂളിലെ സർക്കാർ ഇറക്കിയ ഉത്തരവുകളിൽ ആദ്യം 100 കുട്ടികൾ എന്നാണ് മിനിമം, അതും കഞ്ഞി നടക്കുന്ന സമയത്ത്. അപ്പോൾ 100-ന് മുകളിൽ വരുന്ന ഓരോ കുട്ടിക്കും 25 പൈസ പ്രകാരം വെച്ച് വേതനം തന്നുകൊണ്ടിരുന്നു. പിന്നീട് അത് മിനിമം 150 പിന്നെ അത് 200 പിന്നെ 500 കുട്ടികൾക്ക് 2 തൊഴിലാളികളും പിന്നീട് 501-ന് 1 തൊഴിലാളിയും എന്നുള്ള സ്ഥിതിയിലേക്ക് പോകുന്ന രീതിയിലേക്ക് ആക്കുന്നത്. പിന്നെ 500 കുട്ടി, ഇപ്പോൾ നിലവിൽ 500 കുട്ടിക്ക് 1 തൊഴിലാളി. കൃത്യസമയത്ത് സ്കൂളിൽ ചെല്ലണം, പാചകം ചെയ്തു കൊടുക്കണം, അതുമായിട്ട് ബന്ധപ്പെട്ട സാധനങ്ങളില്ലെങ്കിൽ അത് വാങ്ങിക്കൊടുക്കണം, ഉള്ള സാധനങ്ങൾ തികച്ച് രുചിയുള്ള കറി വരെ വെച്ച് കൊടുക്കണം. 40 വർഷമായി ജോലി ചെയ്യാൻ തുടങ്ങിയിട്ട് ഈ 40 വർഷം കൊണ്ട് പാചകപ്പുരയിൽ മാത്രം ഒതുങ്ങിക്കൂടി ഇപ്പോഴും കിട്ടുന്ന വേതനം 10,000 രൂപ, അത് ഒരു ദിവസം 600 രൂപ വെച്ച്. ചോറും 3 കൂട്ടം കറികളും, പിന്നെ ഇടയ്ക്ക് അവർക്ക് പ്രഭാത ഭക്ഷണം കൊടുക്കാൻ ഇപ്പോൾ ഒരു തീരുമാനമായിട്ടുണ്ട്. കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്നു. അപ്പോൾ ഇത്രയും ആഹാരങ്ങൾ വെച്ച് കഴിയുമ്പോഴത്തേക്ക് കറക്റ്റ് 12 മണിക്ക് കൊടുത്തില്ലെങ്കിൽ സാർമാർ നമ്മളോട് വഴക്കുണ്ടാക്കും. എന്താ നിങ്ങൾ സമയത്ത് വെക്കാത്ത, അല്ലെങ്കിൽ ആ ഒരു സമയത്ത് ഉണ്ടാകുന്ന അവർ അല്പം എന്തെങ്കിലും ഒരു പാകപ്പിഴ വന്നാൽ അത് നമുക്ക് കുറ്റമാണ്. അത് PT അറിയിക്കും. PT നമ്മളോട് വന്ന് ചോദ്യം ചെയ്യും. അങ്ങനെയൊക്കെ ഉള്ള സംഭവങ്ങളും ഉണ്ടാകാറുണ്ട്. റഹീസ് റഷീദ് നമുക്കൊപ്പം. ഗുഡ് ഈവനിങ് റഹീസ് റഷീദ്. പാചക തൊഴിലാളികളുടെ പണി കൂടി, പക്ഷേ അവരുടെ കയ്യിലേക്ക് വരുന്ന തുക കൂടുന്നില്ല എന്ന ഒരു സങ്കടപ്പെടുത്തുന്ന കാര്യമാണല്ലോ അവരിപ്പോൾ ഈ പ്രതികരണങ്ങളിലൂടെ പങ്കുവയ്ക്കുന്നത്. ഇതിനൊരു പരിഹാര നിർദ്ദേശങ്ങൾ എന്തെങ്കിലും സർക്കാരിന്റെ മുന്നിലുണ്ടോ? ഗുഡ് ഈവനിങ് സുജയ. ഇവർ പറയുന്നതനുസരിച്ചാണെങ്കിൽ വലിയ ബുദ്ധിമുട്ടാണ്. കാരണം 500 കുട്ടികൾക്ക് ഒരാൾ ഭക്ഷണം ഉണ്ടാക്കുക എന്ന് പറയുന്നത് എത്രത്തോളം പ്രായോഗികമാണെന്ന് നമുക്കറിയാം. ഇവർ പറയുന്നത് ആദ്യം 100 കുട്ടികൾക്ക് ആയിരുന്നു ഭക്ഷണം ഉണ്ടാക്കേണ്ടത്. അന്ന് ഇവർക്ക് അഡീഷണലായി ഓരോ കുട്ടി വരുമ്പോഴും 25 പൈസ വെച്ച് കൊടുക്കുന്നുണ്ടായിരുന്നു. ആ കാലം എന്ന് പറയുന്നത് കഞ്ഞിയും പയറും മാത്രം കൊടുത്താൽ മതിയായിരുന്നു. പക്ഷേ ഇപ്പോൾ ഊണും 3 കൂട്ടം കറികളും കൊടുക്കണം. ഉച്ചയൂണും 3 കൂട്ടം കറികളും, ഒപ്പം ആഴ്ചയിൽ ഒരു ദിവസം മുട്ട കൊടുക്കണം, ഒരു ദിവസം പാല് കൊടുക്കണം, ചില സ്കൂളുകളിലാണെങ്കിൽ പ്രഭാത ഭക്ഷണവും കൊടുക്കണം. എന്നിട്ട് ഇവർക്ക് കിട്ടുന്നത് ഒരു ദിവസം ഏതാണ്ട് 600 രൂപയാണ്. ഈ 600 രൂപയും ഒരു മാസം മൊത്തത്തിൽ കിട്ടത്തില്ല. ഏതൊക്കെ ദിവസം അവർ ഡ്യൂട്ടിക്ക് വരുന്നുണ്ടോ, ഏതൊക്കെ ദിവസം സ്കൂള് തുറക്കുന്നുണ്ടോ, ആ സ്കൂള് തുറക്കുന്ന ദിവസത്തെ പൈസ മാത്രമാണ് കിട്ടുക. വഴിയെ മഴക്കാലം ഒക്കെ വരുമ്പോൾ, പെട്ടെന്ന് സ്കൂൾ അവധിയൊക്കെ വരുമ്പോൾ ആ ദിവസത്തെ പൈസ ഇവർക്ക് കിട്ടില്ല. ഇവർ പറയുന്നത് പരമാവധി 100 കുട്ടികളുള്ള അടുത്ത് ഒരു പാചക തൊഴിലാളി എന്ന നിലയിലേക്ക് മാറ്റണം. അതല്ല 100-ൽ കൂടുതലുണ്ടെങ്കിൽ ഒന്നല്ലെങ്കിൽ ശമ്പളം കൂട്ടി നൽകണം. ഇവർ മിക്ക ആളുകളും ഇപ്പോൾ ചെയ്യുന്നത് അവരുടെ സഹായത്തിന് മറ്റൊരാളെ വെക്കും. എന്നിട്ട് അവർക്ക് കിട്ടുന്ന ഈ തുച്ഛമായ 600 രൂപയിൽ നിന്ന് സഹായമായി വരുന്ന ആളുകൾക്ക് 300 രൂപയും മറ്റും കൊടുത്തിട്ട് ആ ജോലി കളയണ്ടല്ലോ എന്നോർത്ത് നിൽക്കുന്ന ഒരു ദുരവസ്ഥയിലാണ്. അവർക്ക് അധിക ജോലിയാണ്, അതിന് കിട്ടുന്ന ശമ്പളം കുറവാണ് എന്നതിനൊരു പരിഹാരം ഉണ്ടാക്കി കൊടുക്കുകയും വേണ്ടതാണ്. ഇപ്പോൾ റഹീസ് പങ്കുവച്ചത് പ്രധാനപ്പെട്ട ഒരു വിഷയം തന്നെയാണ്.